റബ്ബറിന് മരുന്ന് തെളിക്കാൻ ഹെലികോപ്റ്റർ വരുന്നു. കൂട്ടുകാർ വഴി ഈ വാർത്തയറിഞ്ഞാണ് അത് കാണാൻ ഹെലികോപ്റ്റർ വരുന്ന റബ്ബർ തോട്ടത്തിനടുത്തേക്ക് ഓടിയത്. ചെന്നപ്പോഴേക്കും ഒരു തവണ വന്നുപോയി. ഇനി വീണ്ടും വരുന്നതേയുള്ളൂ എന്നറിഞ്ഞു. അതിനാൽ കാത്തിരിക്കാമെന്ന് കരുതി. എനിക്കന്ന് 12 വയസ്സ്. 1979 വേനലവധിക്കാലമായിരുന്നു അത്. ഏപ്രിൽ 23 രാവിലെ സമയം. പക്ഷേ വെയിൽ മൂത്തപ്പോൾ നല്ല ദാഹം തോന്നി. അടുത്തുള്ളത് ഒരു ക്രൈസ്തവ ദേവാലയമാണ്. അവിടുത്തെ ടാപ്പ് ശ്രദ്ധയിൽപ്പെട്ടു. അല്പം വെള്ളം കുടിക്കാമെന്ന് കരുതി അങ്ങോട്ട് ചെന്നു. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചിന്ത, ദേവാലയത്തിനകത്തെ വിഗ്രഹം ഒന്ന് കാണണം. ഒരു ഹൈന്ദവൻ എന്ന നിലയിൽ എനിക്ക് ക്ഷേത്രങ്ങളാണ് പരിചിതമായത്. അവിടെ പ്രതിഷ്ഠിച്ച വിഗ്രഹത്തിനാണ് പ്രാധാന്യം. അതുപോലെ ഇവിടെയുള്ള വിഗ്രഹം ഒന്ന് കാണണമെന്ന ആഗ്രഹം അത്രമാത്രം. പക്ഷേ ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് നിബന്ധനയുള്ളതുപോലെ ഇവിടെയും കാണുമോ എന്ന ചിന്ത ഉള്ളിലുയർന്നു. എങ്കിൽ അകത്ത് കടന്നാൽ പ്രശ്നമാകുമല്ലോ എന്നുള്ള ഭയവും. പക്ഷേ ദേവാലയത്തിനുള്ളിൽ കയറി നോക്കാനുള്ള പ്രേരണ തടുക്കാനാവുന്നുമില്ല. ഒടുവിൽ ദേവാലയ വാതിൽക്കലെത്തി. അകത്തേക്ക് നോക്കുന്നതിനിടെ ഇടതുവശത്തെ വാതിൽപ്പടിയിൽ പിടിച്ചു. പെട്ടെന്ന് ഷോക്ക് അടിക്കുന്നത് പോലെ ഒരനുഭവം. ഇടത് കാതിൽ ഒരു സ്വരവും മുഴങ്ങി, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വീണ്ടും ആകാംക്ഷയോടെ അകത്തേക്ക് നോക്കിക്കൊണ്ട് വലതുവശത്തെ വാതിൽപ്പടിയിൽ പിടിച്ചു. അപ്പോൾ ഷോക്കടിപ്പിക്കുന്നതോടൊപ്പം വലതു കാതിൽ ഒരു സ്വരം, പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. എന്തായാലും ഞാൻ അകത്ത് പ്രവേശിച്ചു. ഭയവും ദൈവാനുഭവവുമെല്ലാം നിമിത്തം എൻ്റെ ശരീരമാകെ തളരുന്നത് പോലെ തോന്നി. നിമിഷങ്ങൾക്കകം എൻ്റെ ബോധം മറഞ്ഞു. പിന്നെ ഒരു ടെലിവിഷൻ സ്ക്രീനിൽ എന്നതുപോലെ ചില കാഴ്ചകളാണ് കണ്ടത്. കുന്നിൻ പ്രദേശം പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ കമിഴ്ന്നു കിടക്കുന്നു. പഴയ രീതിയിലുള്ള വസ്ത്രമണിഞ്ഞ ആളുകൾ വരുന്നു. ഒരാൾ കവിളിൽ ഉമ്മ വയ്ക്കുന്നു. പിന്നെ അയാളെ പിടിച്ചുകൊണ്ടുപോകുന്നു, ഇരുട്ടറയിലാക്കുന്നു. പിന്നെ അയാൾ കുരിശും വഹിച്ച് മർദ്ദനമേറ്റ് നടക്കുന്നതും കുരിശിൽ മരിക്കുന്നതുമെല്ലാം കണ്ടു. കുരിശിൽ നിന്ന് ആ മനുഷ്യന്റെ ശരീരം ഇറക്കി ഒരു സ്ത്രീയുടെ മടിയിൽ കിടത്തുന്നു. തുടർന്ന് കല്ലറയിൽ അടക്കുന്നു. ഒരു സ്ത്രീ കല്ലറയുടെ മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ അയാൾ, ഞാൻ എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട് എന്ന് അവളോട് പറയുന്നു. ഇത്രയും കണ്ടതോടെ ദർശനം അവസാനിച്ചു. ഇതെല്ലാം ഒരു കളർ TV സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് കണ്ടത്. പക്ഷേ അന്ന് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV സ്ക്രീൻ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊരു മറക്കാനാവാത്ത അനുഭവമായിരുന്നു. വിഗ്രഹമല്ല, ദിവ്യകാരുണ്യമായി യഥാർത്ഥ ദൈവം തന്നെയാണ് ആ ദേവാലയത്തിൽ എഴുന്നള്ളിയിരിക്കുന്നതെന്ന് അറിയാത്ത 12കാരനോട് ദൈവം അങ്ങനെയാണ് സംസാരിച്ചത്. ഒരു പ്രകാശം വീണ്ടും അടിക്കുന്നത് പോലെ തോന്നി. ഒരു പുസ്തകത്തിന്റെ പേജുകൾ മറിയുന്നു. ജെറമിയ 1-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വചനങ്ങൾ അന്തരീക്ഷത്തിൽ ആ പുസ്തകത്തിൽ തുറന്നു വച്ചിരിക്കുന്നതായി കണ്ടു. അബോധാവസ്ഥയിലാണെങ്കിലും കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് തുടങ്ങി, ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു എന്ന് വരെയുള്ള ആ വചനങ്ങൾ വായിച്ചത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. എൻ്റെ നാവിൽ എന്തോ എഴുതുന്ന അനുഭവവും ഉണ്ടായി. പിന്നീട് ബോധം തെളിഞ്ഞപ്പോൾ കൈപ്പത്തിയിലും കാൽപ്പത്തിയിലും നെഞ്ചിലും നെറ്റിയിലുമെല്ലാം കടുത്ത വേദന. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകളെല്ലാം പൂർണ്ണമായി സൗഖ്യപ്പെട്ടതായി എനിക്ക് വ്യക്തമായി മനസ്സിലായി. കാരണം തലവേദന, കണ്ണിൽ പുകച്ചിൽ, വയറിൽ പുകച്ചിൽ തുടങ്ങി നിരവധി ശാരീരിക പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. 6 വയസ്സുവരെ ആയുർവേദ ചികിത്സകൾ ചെയ്യുന്നുമുണ്ടായിരുന്നു. പക്ഷേ ആ നിമിഷം അതെല്ലാം പൂർണ്ണമായി സുഖമായി. എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയില്ലെങ്കിലും എൻ്റെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞിരുന്നു. അന്ന് ഞാൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. വൈകിട്ട് നാമം ജപിക്കാനിരിക്കുമ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം അമ്മയോട് പങ്കുവെച്ചു. തുടർന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടെ അമ്മ അനുഭവിക്കുന്ന ശാരീരിക അസ്വസ്ഥതകൾ എനിക്ക് കൃത്യമായി മനസ്സിലായി. പ്രാർത്ഥനയുടെ സമയത്ത് അമ്മയ്ക്ക് ശരീരത്തിൽ ഐസുകട്ട വയ്ക്കുന്ന അനുഭവം ലഭിച്ചുവെന്നും പറഞ്ഞു. തുടർന്ന് അമ്മയ്ക്കും പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അമ്മയ്ക്കും എനിക്കും സമാനമായ രോഗാവസ്ഥ ഉണ്ടാകാനും ഒരു കാരണമുണ്ടായിരുന്നു. അമ്മയുടെ 9ാമത്തെ മകനായി ജനിക്കുന്ന ഞാൻ കുടുംബത്തിന് അപമാനം വരുത്തി വയ്ക്കുമെന്ന് ഒരു ജ്യോതിഷ പ്രവചനം ഉണ്ടായിരുന്നു. അതിനാൽ ഞാൻ ഗർഭത്തിലായിരുന്നപ്പോഴേ നശിപ്പിച്ചു കളയാൻ അമ്മയറിയാതെ എന്തോ പച്ചമരുന്നുകൾ നൽകിയിരുന്നുവത്രേ. പക്ഷേ ഗർഭചിത്രം സംഭവിച്ചില്ല. പകരം അതിൻ്റെതായ ശാരീരിക പ്രശ്നങ്ങൾ എന്നെയും അമ്മയെയും പിന്തുടർന്നു. ആ അസ്വസ്ഥതകളാണ് യേശു പൂർണ്ണമായും സൗഖ്യപ്പെടുത്തിയത്. അമ്മ അതെല്ലാം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തെങ്കിലും സംഭവിച്ചതൊന്നും ആരോടും പറയേണ്ടെന്ന് നിർദ്ദേശിച്ചു. നാളുകൾ കഴിഞ്ഞുപോയി. മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ
അവരുടെ വിഷമവും രോഗവും എല്ലാം എനിക്ക് വെളിപ്പെടുത്തി കിട്ടാൻ തുടങ്ങി. അവരോടൊന്നും യേശുവിനെക്കുറിച്ച് പറയാനും എനിക്ക് മടിയുണ്ടായിരുന്നില്ല. അങ്ങനെ ജീവിതം തുടർന്നു. 21 വയസ്സായപ്പോൾ അമ്മാവിനെ പിൻഗാമിയായി എന്നെ അവിടുത്തെ ക്ഷേത്രത്തിൽ പൂജാരിയായി നിയമിക്കണമെന്ന് സ്വർണ്ണപ്രശ്നം എന്ന പ്രത്യേക ജ്യോതിഷ പ്രശ്നം വെച്ച് നോക്കി അവർ തീരുമാനിച്ചു. പക്ഷേ ഞാൻ അനുഭവിക്കാത്ത ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനാവില്ല എന്ന് പറഞ്ഞ് യേശുവിനെ അനുഗമിക്കാനുള്ള തീരുമാനത്തോടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ 7 വർഷത്തോളം കുരിശിന്റെ വഴി അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയത്. പല ബൈബിൾ വചനങ്ങളും ആരും പഠിപ്പിക്കാതെ തന്നെ എൻ്റെ ഉള്ളിൽ ലഭിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ബൈബിൾ സ്വന്തമാക്കാനും വായിക്കാനും കഴിഞ്ഞെങ്കിലും അതിനു മുമ്പേ തന്നെ പല വചനങ്ങളും എനിക്കറിയാമായിരുന്നു എന്നതാണ് സത്യം. ദേവാലയങ്ങളിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. അതിന്റെ തുടർച്ചയായി ആശുപത്രികളിൽ ആരുമില്ലാത്തവരോ അതിയായി ക്ലേശിക്കുന്നവരോ ആയ രോഗികളുടെ അരികിൽ പോകും. അവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ രോഗാവസ്ഥകൾ പറയാതെ തന്നെ എനിക്ക് മനസ്സിലാകും. മാത്രവുമല്ല, പ്രാർത്ഥിക്കുമ്പോൾ ഒന്നുകിൽ അവരുടെ രോഗത്തിന് ആശ്വാസം ലഭിക്കും, അല്ലെങ്കിൽ അവർക്ക് അതിനെ നേരിടാനുള്ള ധൈര്യവും ശക്തിയും ലഭിക്കും. ഇങ്ങനെയുള്ള അനുഭവമാണ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിനിടെ 1994 ഹൈന്ദവയായ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു. അങ്ങനെയിരിക്കെ 1995 ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോയി. പനക്കലച്ചൻ ധ്യാനം നയിക്കുന്ന സമയം നാരായണൻ സ്റ്റേജിൽ കയറി വരാൻ പറഞ്ഞു. അവിടെയുള്ള ഏതാണ്ട് 12,000-ഓളം പേരിൽ എത്രയോ നാരായണന്മാർ കാണുമെന്ന് കരുതി ഞാൻ സംശയിച്ചു നിന്നപ്പോൾ 12 വയസ്സിൽ കർത്താവ് സ്നേഹിച്ച നാരായണൻ സ്റ്റേജിൽ കയറി വരിക എന്ന് അച്ഛൻ വ്യക്തമാക്കി. സംശയം നീങ്ങി. സ്റ്റേജിൽ കയറി ചെന്ന് എനിക്ക് മൈക്ക് തന്നിട്ട് നിന്റെ കർത്താവിനെ കുറിച്ച് പറയുക എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അന്നു മുതൽ ഇന്നുവരെ വിവിധ ശുശ്രൂഷകൾ ചെയ്യാൻ കർത്താവ് അവസരം തരുന്നു. എൻ്റെ അടുത്തേക്ക് ദൈവം നയിക്കുന്നവർക്കായി അവിടുന്ന് വെളിപ്പെടുത്തുന്ന വചനങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള കൗൺസിലിംഗ് ആണ് അതിൽ ഏറ്റവും പ്രധാനം. എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ 2 മക്കൾ ജനിച്ചു. മൂത്തത് മകളും രണ്ടാമത്തേത് മകനും. അവരെ ചെറുപ്പം മുതലേ ദൈവാലയത്തിൽ കൊണ്ടുപോകുമായിരുന്നു. എങ്കിലും അവർ തന്നെ താല്പര്യം പ്രകടിപ്പിച്ചതിന് ശേഷം 2009 ഡിസംബർ 23-നാണ് 2 മക്കളും ഞാനും മാമോദിസ സ്വീകരിച്ചത്. അപ്പമായി നമ്മിൽ വരുന്ന ദൈവത്തെക്കുറിച്ച് അറിഞ്ഞതു മുതൽ അവിടുത്തെ സ്വീകരിക്കാൻ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്നെങ്കിലും അപ്പോഴാണ് അനുയോജ്യമായ സമയം വന്നെത്തിയത്. ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അതൊരു വലിയ അനുഭവമായിരുന്നു. 12-ാം വയസ്സിൽ ദൈവാലയത്തിൽ ആദ്യമായി കയറിയപ്പോൾ ഉണ്ടായതിനേക്കാൾ ശക്തമായ ശാരീരിക വൈകാരിക അനുഭവം. പിന്നീട് വചനം പറയുമ്പോൾ മുമ്പത്തേതിനേക്കാൾ ശക്തി അനുഭവപ്പെടാൻ തുടങ്ങി. ശ്രോതാക്കളിലേക്ക് വചനം തുളഞ്ഞു കയറുന്നത് പോലെ. ഞങ്ങളുടെ മാമോദിസ കഴിഞ്ഞ മാസങ്ങൾക്കകം ഭാര്യയും സ്വന്തം താല്പര്യത്തിൽ മാമോദിസ കൈക്കൊണ്ടു. അതിനുശേഷം ഞങ്ങൾ കൗതുകമായ വിവാഹാശീർവാദവും സ്വീകരിച്ചു. ജീവിതത്തിൽ ഇന്നും യേശു നയിച്ചുകൊണ്ടിരിക്കുന്നു. അനുദിനം വിശുദ്ധ കുർബാനയിൽ മുടക്കം കൂടാതെ പങ്കുകൊള്ളും. അതാണ് എൻ്റെ ജീവിതത്തിന്റെ കേന്ദ്രം എന്ന് പറയാം. ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഉപജീവനം നടത്തുന്നത്. ഒപ്പം ജോലി ചെയ്യുന്നവർക്കും കണ്ടുമുട്ടുന്നവർക്കും ഇടയിൽ യേശു സ്നേഹത്തിന് സാക്ഷിയായി ജീവിക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്നു. അതോടൊപ്പം ശുശ്രൂഷകളും ചെയ്യുന്നു. അനേകർക്ക് യേശുവിനെ പരിചയപ്പെടുത്താനും അവരുടെ ജീവിതത്തിൽ സാന്ത്വനമാകാനും അവിടുന്ന് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏറെ സന്തോഷകരമായ അനുഭവമാണ്.